ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അത് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയിൽ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് യാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ആക്രിലിക് യാണാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ 4mm ഹൂക്ക്, പിന്നെ സ്റ്റിച്ച് മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ സിസേഴ്സും വേണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുന്നതാണ് കാണാൻ പോകുന്നത്. സോ സ്ലിപ്പ് നോട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ 2 ഫിംഗറിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റായിട്ട് ആ ഫസ്റ്റ് കാണുന്ന ലൂപ്പ് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് ഹുക്ക് വെച്ച് തന്നെ പുള്ളി ചെയ്തെടുത്താൽ മതി. സോ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ്. സ്ലിപ്പ് നോട്ട് നമുക്ക് ഒരു 2-3 വേസിലൊക്കെ ചെയ്യാൻ പറ്റും. ആക്ച്വലി സ്ലിപ്പ് നോട്ട് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ നിങ്ങളെൻ്റെ വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു രീതിയിൽ ചെയ്താൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഓട്ടോമാറ്റിക്കലി എപ്പോഴും അതേപോലെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് കാണിച്ചു തരുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വേയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായത് ആ ഫസ്റ്റ് കാണുന്ന യാണില്ലേ, അത് വേണം നമ്മൾ ആ യാൻ സ്റ്റാൻഡ് നമ്മൾ ഹുക്ക് വെച്ചിട്ട് തന്നെ പുള്ളി ചെയ്ത് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് കുറച്ചും കൂടെ സ്ലിപ്പ് നോട്ട് ടൈറ്റ് ആയിരിക്കും. നമ്മൾ ചെയിൻ ചെയ്യുമ്പോൾ സ്ലിപ്പ് നോട്ട് ലൂസ് ആവത്തില്ല. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയിൻ കുറച്ച് ലൂസായിട്ട് ചെയ്യുക. കാരണം നെക്സ്റ്റ് റോ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. സോ അതുകൊണ്ട് ഒരുപാട് ടൈറ്റ് ആക്കാതെ ചെയിൻ സിമ്പിളായിട്ട് ചെയ്തു പോവുക. ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് പുള്ളി ചെയ്ത് എടുക്കുക. സോ ഇതാണ് ചെയിൻ എന്ന് പറയുന്നത്. യാൺ ഓവർ, പുൾ ദ യാൺ ത്രൂ ദ ലൂപ്സ്. അതായത് നമ്മൾ ആ ലൂപ്സിൽ കൂടി നമ്മൾ ആ യാൺ പുള്ളി ചെയ്ത് എടുക്കുന്നതാണ്. സോ ഇതാണ് ചെയിൻ എന്ന് പറയുന്നത്. ചെയിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഹുക്ക് ഹോൾഡ് ചെയ്യാൻ ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര ചെയിൻ ആവശ്യമാണോ ആ ചെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സൈസിൽ തന്നെ ചെയിൻ ചെയ്യുക എല്ലാം. ഫസ്റ്റ് നിങ്ങളൊന്ന് ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഈസി ആയിരിക്കും, നമുക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമ്മുടെ ഹുക്ക് ഫോൾഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഹുക്ക് ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതായത് ഒരു ബാലൻസ് കിട്ടും ചെയ്യുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നമ്മൾ യാൺ ഫോൾഡ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പലരും പല രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ തന്നെ യാണും ഹുക്കും ഫോൾഡ് ചെയ്യുക. നമുക്ക് ഇന്ന പോലെ അത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ഒരു ഇതൊന്നുമില്ല. നമ്മുടെ ഹാൻഡിന് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ നമുക്ക് യാണും ഹുക്കും ഫോൾഡ് ചെയ്താൽ മതി. സോ ഇതാണ് ചെയിൻ. അതല്ല ഒരു ഷേപ്പ് വരുന്നില്ലേ, അതാണ് നമ്മൾ ഓരോ ചെയിൻ കൗണ്ട് ചെയ്യുന്നത്. ആ ഓരോ വിയും ആണ് നമ്മൾ ഓരോ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്. സോ അത് നമ്മൾ ബേസിക്കലി വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഹുക്കിന് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്ന അടുത്ത സ്റ്റിച്ച്, അതാണ് സെക്കൻഡ് സ്റ്റിച്ച് എന്ന് നമ്മൾ പറയുന്നത്. ആ സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഫസ്റ്റ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് പുള്ളി ചെയ്ത് ആ ചെയിനിൽ കൂടി നമ്മൾ എടുക്കുക. ഇനി നമുക്ക് എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്തു, എന്നിട്ട് ആ 2 ലൂപ്സിൽ കൂടിയും നമ്മൾ പുള്ളി ചെയ്തെടുക്കും. സോ ഇതാണ്
സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. അതായത് നമ്മൾ എപ്പോൾ റോ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു ഹെൽപ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇത് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് റോയിൽ നമ്മൾ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്കിപ്പാവത്തില്ല. മനസ്സിലായോ? അപ്പം നമുക്കത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു സ്റ്റിച്ചാണ് ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യാൻ പോവാണ്. എഗെയിൻ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ യാന് പുൾ ചെയ്ത് ആ ലൂപ്പിൽ കൂടി എടുക്കുക. ഇനി നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പാണുള്ളത്. ഇനി നമുക്ക് എഗെയിൻ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിൽ കൂടിയും പുൾ ചെയ്തെടുക്കുക. സോ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, ബേസിക് സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രൊജക്ട്സൊക്കെ നമുക്ക് ഈവൻ നമുക്ക് ഡ്രസ്സ് പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബാഗ്സ്. സോ ഇത് ഭയങ്കര ബേസിക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് പഠിച്ചാൽ മതി. അതായത് ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നത്, ചെയിൻ ചെയ്യുന്നത്, നമ്മൾ ഏതൊരു പ്രൊജക്റ്റാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ബേസിക്കിൽ വെച്ചിട്ടാണ്. സോ നമ്മൾ വേറെ നമ്മൾ ഗ്രാനിങ് സ്ക്വയറോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെൻ്റ് ഉണ്ട്. അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സ്ലിപ്പ് നോട്ടും ചെയിൻസും സിംഗിൾ ക്രോഷ്യയും. സോ അതൊന്ന് നിങ്ങൾ പഠിക്കുക. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കുറച്ച് ചെറിയ കുഞ്ഞു പ്രൊജക്ട്സൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ട്രൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ബട്ട് പ്രാക്ടീസിൽ നമുക്കത് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആദ്യമൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമുക്ക് ഈ ആനും ഹുക്കൊക്കെ ഫോൾഡ് ചെയ്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഫസ്റ്റ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് റോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ റോ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ചെയിൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് റോ 1 എന്ന് പറയുന്നത്. സോ റോ 1 കംപ്ലീറ്റ് ആവാറായി. നമ്മൾ ചെയിൻ ചെയ്ത എൻഡ് വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്യാം. സോ സിംഗിൾ ക്രോഷ്യ റോ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഈ റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിത് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ 1 അല്ലെങ്കിൽ നമുക്ക് അതായത് ചില ടൈമിൽ നമ്മൾ ചെയിൻ 2 ഒക്കെ ചെയ്യും. അത് അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ്, അതായത് ഹൈറ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയിൻ 1 ചെയ്ത് ടേൺ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആ ചെയിനിൽ സ്റ്റിച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റിച്ചില്ലേ, അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് സെക്കൻഡ്. കണ്ടോ, ഈ കാണുന്ന സ്റ്റിച്ചാണ് സെക്കൻഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ സെക്കൻഡ് സ്റ്റിച്ചിലാണ് റോ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എഗെയിൻ നമ്മൾ 2 ലൂപ്സിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ, പുൾ ത്രൂ ബോത്ത് ലൂപ്സ്. എഗെയിൻ നമുക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ
ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ പ്രാക്ടീസ് ആവുന്ന വരെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡൊക്കെ നിങ്ങൾക്ക് ഫിംഗേഴ്സൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആവുന്ന വരെ ഈ ഒരു പാറ്റേൺ സെയിം ഒരു റോ 8 റോ 5 വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ഫൈനൽ സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. സോ അപ്പം നമ്മുടെ ആ റോ കംപ്ലീറ്റ് ആവും. അപ്പം ആ ഒരു സ്റ്റിച്ച് നമുക്ക് മിസ്റ്റേക്ക് പറ്റാതിരിക്കാനാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്തത്. സോ അതിന് നമ്മുടെ കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കൗണ്ട് ചെയ്യുന്നത് എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. ഈ കാണുന്ന വി ഷേപ്പില്ലേ, ആ ഒരു വി ഷേപ്പാണ് നമ്മൾ ഓരോ ചെയിനായിട്ട് കൗണ്ട് ചെയ്യുന്നത്. കണ്ടോ? ഇത് 1 ചെയിൻ, ഇതാണ് 1 സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്റ്റിച്ച്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഇങ്ങനെ ഈ ഒരു വി ഷേപ്പിൽ വരുന്ന ഓരോ സ്റ്റിച്ചുമാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 1 2 3 ആയിട്ട്. അപ്പോൾ ചില പ്രൊജക്ട്സിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആർക്കും കൺഫ്യൂസ്ഡ് ആവണമെന്ന് വെച്ചാണ് ഞാൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞു തന്നത്. ഇനി റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് യാൺ സെക്യൂർ ആവാൻ വേണ്ടി നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് ആ ഹുക്ക് എടുക്കാതെ തന്നെ നമ്മൾ യാൺ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ടെയിലില്ലേ, അതിങ്ങ് നമ്മൾ പുള്ളി ചെയ്ത് ആ ഒരു ലൂപ്പിൽ കൂടി ഇങ്ങ് എടുക്കും. അപ്പോൾ കണ്ടോ? ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് ഇങ്ങ് എടുത്താൽ മതി. സോ ഇനി നമ്മളൊന്ന് ടൈറ്റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്യൂർ ആയിക്കോളും ടൈറ്റായിട്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.